അസ്സാം വലൈക്കും വറഹമത്തുള്ള. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 പ്രധാന ടെർമിനോളജികളാണ് പാൻ ഇസ്ലാമിസം, ഇസ്ലാമിസം, സലഫിസം എന്നീ വിഷയങ്ങൾ. അത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ലോകത്ത് മാത്രമല്ല, മുസ്ലിങ്ങളുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഈ പദാവലികൾ വളരെ ക്രിട്ടിക്കലായി കാര്യക്ഷമമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അവലോകനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ കൂടി താമസിക്കുന്ന പ്രദേശം എന്ന നിലയിൽ ചരിത്രപരമായി നൂറ്റാണ്ടുകളായി ആ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ കൂടുതൽ ഭരിക്കുന്നു എന്നതുകൊണ്ടും അവിടെ ആ ഭാഗങ്ങളിലെല്ലാം ഇസ്ലാമിന് നിർണായക സ്ഥാനമുണ്ട് എന്നതുകൊണ്ടുമെല്ലാം ഈ പദാവലികൾ അതിപ്രധാനമായി തന്നെ അക്കാദമിക ലോകത്തും പത്ര മേഖലകളിലും മീഡിയയിലുമെല്ലാം വളരെ വിമർശനാത്മകമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റാണ് റിലീജിയൻ പബ്ലിക് സ്ഫിയറിൽ, പൊതു ഇടങ്ങളിലെ മതത്തിൻ്റെ അല്ലെങ്കിൽ മതകീയതയുടെ, റിലീജിയോസിറ്റിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ച. ഇത് വെസ്റ്റ്ഫാലിയൻ തിയറി എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിൻ്റെ ആ ഭാഗത്ത് രൂപപ്പെട്ട സെക്കുലറിസത്തിൻ്റെ ഉദയത്തിന് കാരണമായ വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി, അതായത് പോപ്പ് അധികാരത്തിനെതിരെ യൂറോപ്പിലെ ചില നാട്ടുരാജാക്കന്മാർ ഒരുമിച്ച് കൂടുകയും ഇനി മുതൽ പോപ്പ് അധികാരത്തിന് ഞങ്ങളുടെ രാജകീയ അധികാരത്തിന് മേൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ക്രിസ്തീയ മേലധികാരത്തിൽ നിന്ന് സ്വതന്ത്രമായി മാറുന്ന ഒരു ട്രീറ്റിയാണ് വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി എന്ന് വിളിക്കപ്പെടുന്നത്. ആ ട്രീറ്റിയോട് കൂടിയിട്ടാണ് സെക്കുലറിസത്തിൻ്റെ ഒരു ഉദയം സംഭവിച്ചതെന്ന് ചില പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്കുലറിസം രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായി മതത്തിന് പൊതു ഇടങ്ങളിൽ റോള്, അവർക്ക് സംഭാവനകൾ, അവർക്ക് മാനങ്ങളില്ല എന്നും സ്വകാര്യ ഇടങ്ങളിലേക്ക് മാത്രമാണ് മതം ഒതുങ്ങിച്ചേരേണ്ടതെന്നും എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ യൂറോപ്യൻ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. പിന്നീട് അതിനുശേഷം വന്ന യൂറോപ്യൻ നവോത്ഥാനം, അതിൻ്റെ ആൾക്കാരെല്ലാം ആ ഒരു പശ്ചാത്തലത്തിൽ 17, 18, 19 നൂറ്റാണ്ടിലൊക്കെ രൂപപ്പെട്ട മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, ഐഡിയോളജികൾ, വിവിധ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെല്ലാം അധികവും സെക്കുലറിസത്തിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ചിന്തകൾക്കാണ് ചർച്ചകൾ ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഇതേ ഒരു സെക്കുലറിസ്റ്റ് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാനമുണ്ട്. അതുകൊണ്ട് തന്നെ റിലീജിയൻ എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ നിന്ന് മാറി പ്രൈവറ്റായ ഒരു സ്വകാര്യമായ ലോകത്തെ ഒതുങ്ങണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. ഇവിടെ പ്രശ്നമായി വരുന്നത്, ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് മെജോറിറ്റിയുടെ മതം എന്ന നിലയിൽ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. അവർക്ക് പോപ്പ് അധികാരമുണ്ടായിരുന്നു, പൗരോഹിത്യത്തിന് ശക്തമായ റോളുണ്ടായിരുന്നു. പൗരോഹിത്യവും പല കാരണങ്ങളാൽ സ്ത്രീകളെയും പണ്ഡിതന്മാരെയും സയൻറ്റിഫിക് ഡിസ്കവറികളെയും പുതിയ ചിന്തകളെയും എല്ലാം അടിച്ചൊതുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഭരണകൂടങ്ങൾക്ക് മേൽ അനിയന്ത്രിതമായ അധികാരം ചുമത്തുന്നവരായിരുന്നു. അങ്ങനെ പല വിഷയങ്ങളിൽ ഐഡിയോളജിക്കലി, താത്വികമായി, ആത്മീയമായി, സാമൂഹികമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി പോലും പോപ്പ് ക്രിസ്തീയ മേൽ പൗരോഹിത്യത്തിന്, ജനങ്ങൾക്ക് മേൽ, ഭരണകൂടങ്ങൾക്ക് മേൽ ഒരു ശക്തമായ, അതിശയോക്തി തന്നെ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിന് വിരുദ്ധമായ സെക്കുലറിസത്തിൻ്റെ രൂപീകരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ സെക്കുലറിസം രൂപീകരിക്കപ്പെടുന്ന ഈ ചരിത്രത്തിലെല്ലാം വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഇതിന് നേരെ വിരുദ്ധമായിരുന്നു. അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ഒരു ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അവിടെ യുക്തിവാദികൾ ഉണ്ടായിരുന്നു, അവിടെ ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, സ്വതന്ത്ര ചിന്തകരുണ്ടായിരുന്നു. അവർക്കൊക്കെയും അവരുടേതായ റോളുകൾ വഹിക്കാനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇസ്ലാമിൻ്റെ തന്നെ ആശയങ്ങൾ പേറിക്കൊണ്ട് അതിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന, യുക്തി ചിന്ത മുന്നോട്ട് വെക്കുന്ന, ഒരു പുരോഗമനവാദം മുന്നോട്ട് വെക്കുന്ന ഒരു ലോകമായിരുന്നു വെസ്റ്റ് ഏഷ്യയിൽ. അതായത് സാമൂഹിക ഇടപെടലുകളിൽ ഇസ്ലാമിൻ്റെ തന്നെ തിയറി ഉപയോഗിച്ചുകൊണ്ട്
ആ വിഭാഗങ്ങൾ അവിടുത്തെ ജനതയിൽ സ്വാധീനം നേടുന്ന ഒരു അവസ്ഥയായിരുന്നു വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഇസ്ലാം അധികാരം ചെലുത്തിയിരുന്ന ഭാഗങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സെക്കുലറിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു തിയറി രൂപപ്പെട്ട ലോകത്തിൽ നിന്ന് വളരെ വിഭിന്നമായിക്കൊണ്ട് ഈസ്റ്റിൽ ഇസ്ലാം ഭരിച്ചിരുന്ന അധികാരമുണ്ടായിരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നാടുകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സെക്കുലറിസം തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നപ്പോൾ വ്യത്യസ്ത നരേറ്റീവുകൾ തന്നെ രൂപപ്പെട്ടത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ സെക്കുലറിസം വന്നപ്പോൾ മതത്തെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു സെക്കുലറിസത്തിന്റെ കാഴ്ചപ്പാടാണല്ലോ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പലതരം ചിന്തകളൊക്കെ മുന്നോട്ട് വെക്കാൻ കാരണം മതകീയ സമൂഹമായതുകൊണ്ട് ആ തരത്തിൽ ഒരു സെക്കുലറിസത്തെ മാനിക്കുന്നു എന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിഭജനത്തിൽ പോലും മതത്തോടുള്ള കാഴ്ചപ്പാടുകൾ CPIയും CPIMും വേർതിരിയുന്നതിൽ മതത്തോടുള്ള കാഴ്ചപ്പാട് വളരെ നിർണായകമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ തരത്തിൽ വ്യത്യസ്തമായ ഒരു സെക്കുലറിസ്റ്റ് വായനകൾ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രൈവറ്റായിട്ട് മതത്തെ ഒതുക്കുകയും പൊതു ഇടങ്ങളിൽ സെക്കുലറിസ്റ്റ് കാഴ്ചപ്പാടുകൾ പുലർത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ ആ തിയറിയെ പോലും തല്ലസദിനെ പോലുള്ള ആധുനിക പണ്ഡിതന്മാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാണാം. കാരണം ഈ യൂറോപ്പിന്റെ സെക്കുലറിസം പോലും അതൊരു ക്രിസ്തീയ മുഖമുള്ള സെക്കുലറിസം ആണെന്നും ക്രിസ്ത്യാനിറ്റിക്കേക്കാളും അപ്പുറം മറ്റേതെങ്കിലും മതത്തിന്, പ്രത്യേകിച്ച് യഹൂദന്മാർ കൂടുതൽ ആരോപിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതുമെല്ലാം ആ ഒരു ലോകത്തായിരുന്നു. ഇസ്ലാമോഫോബിയ കൂടുതൽ പടരുന്നത് യൂറോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഒരേ സമയം സെക്കുലറിസം വാദിക്കുകയും അതേസമയം തന്നെ ഇതര മതങ്ങളോട് വളരെ ക്രൂരമായും വളരെ നിഷിദ്ധമായ ഒരു കാഴ്ചപ്പാട് സൂക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സെക്കുലറിസത്തിന്റെ ഒരു മുഖത്തെ തലൽ അസദ് വിശദീകരിക്കുന്നത് കാണാം. ഇത് കൊണ്ട് തന്നെയാണ് പോസ്റ്റ് സെക്കുലറിസം എന്ന് പറയുന്ന ഇന്റർനാഷണൽ റിലേഷൻ തിയറികളിൽ ഒരു പുതിയ ചർച്ച രൂപപ്പെട്ടത്. പോസ്റ്റ് സെക്കുലറിസം എന്ന് പറയുന്നത് മതത്തിന്റെ തിരിച്ചുവരവിൻ്റെയും മതത്തിന്റെ പൊതുയിടങ്ങളിലെ റോളിൻ്റെയും അത് തിരിച്ചു പിടിക്കലിൻ്റെയും അവരുടെ സാന്നിധ്യത്തെയും കുറിച്ച് പറയുന്ന ചർച്ചകളാണ്. ഈ ചർച്ച പോലും ഉണ്ടാവുന്നത് യൂറോപ്പിൽ തന്നെയാണ്. കാരണം ഈസ്റ്റിൽ അതിൻ്റെ ആവശ്യമില്ല. വെസ്റ്റ് ഏഷ്യയിൽ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഓൾറെഡി തന്നെ അങ്ങനൊരു പ്രശ്നമില്ല. അതായത് ആ തരത്തിലുള്ളൊരു ക്രിട്ടിക്കലാവുന്ന ഒരു സാഹചര്യമില്ല. ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ് ഇതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് പോസ്റ്റ് സെക്കുലറിസം മനസ്സിലാക്കപ്പെടുന്നത്. ഈ പോസ്റ്റ് സെക്കുലറിസം എന്ന് നേരത്തെ വിശദീകരിച്ചതുപോലെ യൂറോപ്പിന്റെ ഒരു പൊളിറ്റിക്കൽ മതകീയ ചരിത്രത്തിലാണ് അല്ലെങ്കിൽ സിറ്റുവേഷനിലാണ് പോസ്റ്റ് സെക്കുലറിസം എന്ന് പറയുന്ന ചർച്ച പോലും ചെയ്യപ്പെടുന്നത്. എന്നാൽ ഈസ്റ്റിലോ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ആ ഒരു പ്രശ്നം രൂപപ്പെടുന്നില്ല. കാരണം അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആത്മീയ മേഖലകളിലെല്ലാം ഓൾറെഡി മതം, ഇസ്ലാം എന്നോ അല്ലെങ്കിൽ വേറെ ഏതാണെങ്കിലും അത് ഇവിടെ ജൂയിഷ് സ്റ്റേറ്റ് തന്നെയാണല്ലോ ഒരു തരത്തിൽ ഇസ്രായേൽ പോലും. അവിടെയും മതം അങ്ങനെ തന്നെയാണ്. അത് അവിടെയും എവിടെയാണെങ്കിലും വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ഓൾറെഡി തന്നെ മതത്തിന് നിർണായകമായ ഒരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് എന്ന നിലയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെ ഒരു സജീവതയെക്കുറിച്ചും കൂടി മനസ്സിലാക്കപ്പെടേണ്ട ഒരു ചർച്ചയാണത്. ഇപ്പോൾ നാം പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ഇസ്ലാം എന്നത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിൽ മുഴുവൻ തന്നെയും ഇമാറത്തുകളായി, എമിറേറ്റുകളായി, സുൽത്താനേറ്റുകളായി, ഖിലാഫത്തുകളായി, അത് പലതരം ഖിലാഫത്തുള്ള ചരിത്രം നമുക്കറിയാം. ഖുലഫാഉ റാഷിദയുടെ ആദ്യ 30 വർഷത്തിൻ്റെ ചരിത്രം, പിന്നീട് ഉമയ്യ ഖിലാഫത്തിൻ്റെ ചരിത്രം, അബ്ബാസി ഖിലാഫത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കയുടെ പകുതിയോളം അധികാരമുണ്ടായിരുന്ന സ്പാനിഷ് ഇമാറത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും ചരിത്രം 1492 വരെയാണല്ലോ സ്പാനിഷ് ഭരണകൂടം ഉണ്ടായിരുന്നത്. അത് നോർത്ത് ആഫ്രിക്കയുമായി തന്നെ ചേർന്ന പ്രദേശങ്ങളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പിന്നീട് ഉസ്മാനി ഖിലാഫത്തിൻ്റെ ചരിത്രം, അതിൻ്റെ കൂടെ തന്നെ ധാരാളം വിവിധ കിങ്ഡമുകളുടെ ചരിത്രം, അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഒരുപാട് മുലൂക്കിയത്ത് കിങ്ഡം, രാജഭരണകൂടങ്ങളുടെ ചരിത്രം, അവസാനം നമ്മളുടെ സൗദി അറേബ്യയുടെ ചരിത്രമാവട്ടെ, ജോർദാനിലെ ചരിത്രമാവട്ടെ, അതുപോലെ തന്നെ ഈ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾ, ഇമാറത്തുകളുടെ UAEയുടെ ചരിത്രം, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഈ ജോർദാനെ പോലെ അല്ലെങ്കിൽ കുവൈത്തിനെ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കെ തന്നെ മൊണാർക്കിയായ ഒരു സംവിധാനം. കുറച്ചും കൂടി വ്യത്യസ്തമായി ഇറാനിലെ വിലായത്തെ ഫഖി എന്ന് പറയുന്ന
ഒരു ആത്മീയ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിലുള്ള ഒരു പോപ്പുലർ സൊവൈനിറ്റിയുടെ ഒരു ഭരണ സംവിധാനം ഇറാനിലുമുണ്ട്. അങ്ങനെ ഇവിടെ എല്ലായിടത്തും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലാണെങ്കിൽ പോലും ഇസ്ലാം അതിനിർണായക റോള് വഹിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഴുവൻ മേഖലകളിലും പല തലങ്ങളിലാണെങ്കിൽ പോലും ഇസ്ലാമിന് വളരെ നിർണായക റോള് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ചർച്ച മുന്നിൽ വെച്ചുകൊണ്ടാണ് പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. കാരണം ഇവിടെ അതായത് ഈ പ്രദേശങ്ങളിലെല്ലാം നേരത്തെ തന്നെ ഇസ്ലാമിന് നിർണായക റോളുണ്ട്. രാഷ്ട്രീയത്തിൽ റോളുണ്ട്, ഭരണത്തിൽ റോളുണ്ട്, സമൂഹത്തിൽ റോളുണ്ട്. അവരുടെ സാമ്പത്തിക വിതരണത്തിലും വ്യവഹാരങ്ങളിലും റോളുകളുണ്ട്. സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലും ആത്മീയതയിൽ എന്തായാലും തന്നെ റോളുണ്ട്. അതായത് മനുഷ്യൻ്റെ മുഴുവൻ മേഖലകളിലും അത് ഏത് മതമാണെങ്കിലും വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ വളരെ നിർണായക റോളുള്ള പ്രദേശങ്ങളാണ്. ഇങ്ങനെ ഇരിക്കെയാണ് യൂറോപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു പദം രൂപപ്പെടുന്നത്. 1878 അർമീനിയസ് വാംബറി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഹംഗേറിയൻ പണ്ഡിതനാണ് ഈ ഒരു പദപ്രയോഗം ആദ്യമായി കൊയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ രസകരമായ സംഭവങ്ങളുണ്ട്. ഇസ്ലാമിനോടുള്ള വലിയ താല്പര്യം കാരണം ഇസ്ലാം പഠിക്കുവാൻ വേണ്ടി ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു തന്നെ പ്രൊട്ടസ്റ്റന്റിസത്തിലേക്ക് തിരിച്ചു പോയെന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ നമുക്ക് കാണാം. പക്ഷെ ഇസ്ലാം പഠിക്കുവാൻ വേണ്ടി ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിം നാടുകളിൽ ഫ്രീ ആയി യാത്ര ചെയ്യണമെങ്കിൽ ഒരു മുസ്ലിം രൂപം വേണമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം. ഇങ്ങനെയാണ് അദ്ദേഹം യൂറോപ്യൻ ആയിരിക്കെ തന്നെ എന്നാൽ ഇസ്ലാമിൻ്റെ വേഷത്തിൽ ഒരു മുസ്ലിമായി തന്നെ മുസ്ലിം ഐഡൻറ്റിറ്റി സ്വീകരിക്കുകയും പിന്നീട് അവസാനം ജൂയിഷായി തന്നെ ആവുകയും അവസാനം ഹംഗറിയിലെ സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ആളായി അദ്ദേഹം മാറി എന്ന് പോലും നമുക്ക് കാണാം. തിയോഡർ ഹെർസലിന്റെ ഒരു പ്രധാന അനുയായിയായി പോലും അദ്ദേഹം മാറി. ഒന്ന് ആലോചിച്ച് നോക്കുക, പാൻ ഇസ്ലാമിസം എന്ന് വിളിക്കപ്പെടുന്ന പദത്തിന്റെ രൂപീകരണം സംഭവിച്ച അല്ലെങ്കിൽ നടത്തിയ ആളിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ വിശദീകരിച്ചത്. പക്ഷെ എന്നാൽ ഇതൊക്കെയും ആ പദം അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ 19ാം നൂറ്റാണ്ടിൻ്റെയും 20ാം നൂറ്റാണ്ടിൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ലോകത്ത് ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലോക മുസ്ലിങ്ങളുടെ ഒരു ഐക്യം, യൂണിറ്റിയെ ആവശ്യപ്പെടുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പദപ്രയോഗം എന്ന നിലയിലാണ് പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന ആ പദം രൂപപ്പെട്ടത് തന്നെ. പ്രത്യേകിച്ച് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒരു പതന കാലഘട്ടം അല്ലെങ്കിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിൻ്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ലോകത്തിലുണ്ടായിരുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം അയക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഖിലാഫത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ ഒരു റീസെൻട്രലൈസേഷൻ, വീണ്ടും ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത ആളാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് നമ്മുടെ ഈ സ്വന്തം കേരളത്തിലെ മമ്പുറം തങ്ങളുമായി തന്നെ ചേർത്ത് വായിക്കാം. മമ്പുറം തങ്ങളെ 1850-കൾക്ക് ശേഷം ഇവിടെ നാട് കടത്തുകയും അദ്ദേഹം പോകുന്നത് യമൻ ഭാഗത്തേക്കാണ്. അവിടെ ഖിലാഫത്തിന് തന്നെ പ്രധാന നേതാവാവുകയും പിന്നീട് ഗവർണറായി മാറുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. ഈ മമ്പുറം തങ്ങളെ തന്നെ ഈ വെസ്റ്റ് ഏഷ്യയുടെ മധ്യഭാഗത്ത് അവിടെ അധികാരമുണ്ടായിരുന്ന മമ്പുറം തങ്ങളുടെ സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് വീണ്ടും ആ ഭാഗത്തെ ഖിലാഫത്തിന്റെ സെന്ററിലേക്ക്, ഇസ്താംബൂളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചരിത്രം പോലും നമുക്ക് കാണാം. അതായത് ഒരു വിദൂര പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത ഡീസെൻട്രലൈസേഷൻ ആണ്, അധികാര വികേന്ദ്രീകരണമാണ്. അവിടെ ഏതെങ്കിലും ലോക്കൽ നേതാവിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് പക്ഷേ നോമിനലി ഖിലാഫത്തിനെ അംഗീകരിക്കുന്ന സംവിധാനമാണ് ഡീസെൻട്രലൈസേഷൻ. എന്നാൽ അതിനേക്കാളും അപ്പുറം സെൻട്രലൈസേഷൻ്റെ ഒരു ഉദ്ധാനമായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ശ്രമിച്ചത്. അത് മമ്പുറം തങ്ങളിലൂടെ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു എന്ന് ചില ചരിത്രങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിനെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിസത്തിൻ്റെ, പ്രത്യേകിച്ച് പാൻ ഇസ്ലാമിക്കായ ഇസ്ലാമിക യൂണിറ്റിയെക്കുറിച്ച് ആവശ്യപ്പെട്ട ഇന്ത്യയിലടക്കം വന്ന ഒരുപാട് വെസ്റ്റ് ഏഷ്യൻ നാടുകൾക്ക് ഇറങ്ങിയ മനുഷ്യനെ അവസാനം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് തന്നെ തൻ്റെ ഇസ്താംബുളിലേക്ക് വിളിച്ചു വരുത്തുകയും തൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശകനായി മാറ്റുകയും ചെയ്യുന്നത് കാണാം. കാരണം ഖിലാഫത്തിൻ്റെ അവസാനത്തെ ശക്തനായ ഭരണാധികാരി എന്ന നിലയിൽ, ഞാൻ അങ്ങനെ പറയാൻ കാരണം 1909 അദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്ന് മാറ്റുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഖിലാഫത്ത് തകരാണ് ഉണ്ടായിരുന്നത്.
അതുവരെ ഉണ്ടായിരുന്ന സെൻട്രലൈസ്ഡ് ആയ ഒരു അധികാര വ്യവസ്ഥ മാറുകയും തുർക്കികളുടെ കയ്യിലേക്ക് വരികയും ഖലീഫ പിന്നീട് നോമിനലായ ഒരു പദവി മാത്രമായി തീരുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പശ്ചാത്തലത്തിലും കൂടെയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആ ഒരു റോൾ ഉണ്ടാവുന്നതും. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ സുഹൃത്തായ പിന്നീട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഈജിപ്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന ഈ ഖാദി മിസ്ർ, ഈജിപ്തിലെ പ്രധാന മുഫ്തിയും കൂടെ ആയിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഷെയ്ഖ് റഷീദ് റിളയുടെ നേതൃത്വത്തിലാണ് പിന്നീട് പാൻ ഇസ്ലാമിക് ചിന്തകൾ, അതായത് ഇസ്ലാമിക യൂണിറ്റിയെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതൽ ശക്തമായത്. അത് പിന്നീട് സംഭവിക്കുന്ന ചില ഡെവലപ്മെൻറ്റുകളാണ്. പക്ഷേ ഈ പാൻ ഇസ്ലാമിസം എന്ന് പറയുന്ന ആ ഒരു പദത്തെക്കാളും അപ്പുറം ഇസ്ലാമിൻ്റെ യൂണിറ്റി എന്നത് ഒരു കോണ്ടക്സ്ച്വലായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ ഉസ്മാനി സഖ്യത്തിനെതിരെ ഉണ്ടായിരുന്ന വിഭാഗത്തെ, ബാക്കിയുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ലോക മുസ്ലിങ്ങളുടെ ഒരു ഐക്യം അനിവാര്യമാണ് എന്ന് ഈ ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് യുവതുർക്കികൾ തന്നെ ചിന്തിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുവതുർക്കികളെ കുറിച്ച് പൊതുവേ നമ്മൾ പറയുന്നത് ഒരു ഇസ്ലാം വിരുദ്ധരാണെന്നോ തുർക്കിഫിക്കേഷന് കൂടുതൽ വേണ്ടി വാദിച്ചവരാണെന്നും സെക്കുലറൈസേഷന് വേണ്ടി വാദിച്ചവരാണെന്നുമൊക്കെയാണ്. പക്ഷേ ഈ യുവതുർക്കികളുടെ തുടക്കം ഏകദേശം 1909 ശേഷം ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുവതുർക്കികൾ തന്നെ ഒരു ഇസ്ലാമിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിനാവശ്യമായ ബന്ധങ്ങൾ നടത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമുക്ക് യുവതുർക്കികളുടെ ചരിത്രത്തിൽ കാണാം. അതായത് പാൻ ഇസ്ലാമിക് ആയ ഒരു ഐഡിയ തന്നെ സെക്കുലറിസ്റ്റുകളായ യുവതുർക്കികൾ പോലും ഉപയോഗിച്ചൊരു ചരിത്രമാണ് ഒന്നാം ലോക യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. അതേപോലെ ഒട്ടോമൻ ഇറ്റാലിയൻ വാർ, ലിബിയയുടെ വിഷയത്തിലുണ്ടായിരുന്ന ഉസ്മാനി ഇറ്റാലിയൻ യുദ്ധത്തിൽ പോലും ഈ ഒരു വിഷയം യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ, കൊളോണിയലിസത്തിനെതിരെ അവർ ഉപയോഗിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ തുർക്കിഷ് നാഷണലിസ്റ്റുകൾ തന്നെ പലപ്പോഴും ഉസ്മാനി സ്റ്റേറ്റിൻ്റെ തന്നെ ആ ഒരു പ്രധാന ആശയത്തെ, ഒട്ടോമൻ മുസ്ലിം ഐഡൻറ്റിറ്റിയെ തന്നെ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തുർക്കിസ്റ്റ് സ്കോളറായ തുർക്കിഫിക്കേഷൻ്റെ തുർക്ക് രാഷ്ട്രങ്ങളുടെ ഒരു കേന്ദ്രീകരണത്തിന് ആവശ്യപ്പെട്ട യൂസുഫ് അഷ്കുറ എന്ന് പറയുന്ന ആ പണ്ഡിതൻ പോലും, സ്കോളർ പോലും പറയുന്നത് ഒരു ഫൗക്കൽ മിലൽ, ഇസ്ലാം എന്ന് പറയുന്നത് സുപ്രാ നാഷണൽ ആണ്. ആ തരത്തിലുള്ള റിലീജിയനും അതിൻ്റെ ആവശ്യം പറയുന്ന ഒരു മൊറാലിറ്റിയും ഡിവൈനിറ്റിയും നിറഞ്ഞതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ബൈനൽ മില്ലിയത്തെ ഇസ്ലാമിയെ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇസ്ലാമിക് ഇൻ്റർനാഷണലിസം, ബൈനൽ മില്ലിയത്തിൽ ഇസ്ലാമിയെ, ആ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അന്നത്തെ മിനിസ്റ്ററായിരുന്ന ഇസ്മായിൽ അൻവർ പാഷ, അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ തന്നെ ഉസ്മാനികളുടെ ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് രൂപപ്പെടണമെന്നും അതുപോലെ തന്നെ ഒരു ജിഹാദിന്റെ അനിവാര്യതയും സംസാരിക്കുന്നത് കാണാം. അതായത് ഉസ്മാനി അവസാനമുണ്ടായിരുന്ന ഖിലാഫത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും ഖിലാഫത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ സഹായം കൂടുതൽ ആവശ്യപ്പെട്ടവരായിരുന്നു. ആ സഹായത്തിന് അവർ കൊടുത്ത ഒരാശയമാണ് ഇസ്ലാമിക് യൂണിറ്റി, അതായത് പാൻ ഇസ്ലാമിക് എലമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വിഷയത്തിൽ പറയാം. ഇതിനെ കുറിച്ചുകൊണ്ട് ആൽബർട്ട് എഡ്വാർഡ്സിനെ പോലുള്ള ആൾക്കാർ അന്ന് ചിന്തിച്ചത് ഇങ്ങനെയാണ്. അതായത് ഒരു വൈഡ് സ്പ്രെഡായ ജിഹാദ് എന്ന് പറയുന്നത് യൂറോപ്പിനെ തന്നെ തകർത്ത് കളയും. അതായത് ഒരു പാൻ ഇസ്ലാമിക് എലമെന്റ് എന്ന് പറയുന്നത് ഒരു ജിഹാദിന്റെ എലമെന്റ് ആണ്. ആ ജിഹാദിന്റെ എലമെന്റ് ജിഹാദ് അങ്ങാണ് നടന്നു കളയാണെങ്കിൽ യൂറോപ്പ് തന്നെ തകർന്നു പോകുമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്ന് അവർ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഈ സമയത്ത് തന്നെ ഒട്ടോമൻ സുൽത്താനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ രാജകുടുംബങ്ങളെയും കൂടി ചേർത്തുകൊണ്ടാണ് ഈ യൂറോപ്പിനെതിരെ ജർമ്മൻ ഒട്ടോമൻ അലയൻസിൻ്റെ കൂടെ, ജർമ്മൻ കാരണം ക്രിസ്ത്യൻ രാഷ്ട്രമാണല്ലോ, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള സാമന്ത രാഷ്ട്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്യൻ അലയൻസിനെതിരെ പോരാടുക എന്ന് പറയുന്ന രീതിയാണ് അവരന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യൻ അടക്കമുള്ള വിവിധ ശത്രുക്കൾക്കെതിരെ ജർമ്മൻ ഒട്ടോമൻ അലയൻസിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ കൂടെ സഹായം തേടുന്ന തരത്തിലുള്ള ഒരു പാൻ ഇസ്ലാമിക് ഒരു കൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു സമയത്ത് ഹിലാലെ അഹ്മർ ജമിയത്തി, അതായത് റെഡ് ക്രിസന്റ് സൊസൈറ്റി,
അതുപോലെ മുദാഫഹ മില്ലിയത്ത് ജമയത്തി, നാഷണൽ ഡിഫൻസ് ലീഗ് പോലുള്ള സംഘടനകൾ, അന്ന് രൂപീകരിച്ച സംഘടനകൾ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികമായും അതുപോലെ തന്നെ ജനങ്ങളുടെ പൊതുവായ ജനകീയ സപ്പോർട്ടും യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊക്കെയും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിൽ രൂപപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോരാട്ടത്തിൽ അത് ആര് തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് നോക്കാതെ, അത് ഈ റിലീജിയസ് സെക്റ്റുകൾ വ്യത്യസ്തമായിക്കൊള്ളട്ടെ, ആ സുന്നികളാവട്ടെ സൂഫി ത്വരീക്കത്തുകളാവട്ടെ, എല്ലാവരെയും ഒരുപോലെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അവർ പോരാടുന്ന ഒരു സംഭവം കൂടാണ് നമുക്ക് പാൻ ഇസ്ലാമിക്കിൻ്റെ ഒരു ആദ്യത്തെ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാൻ ഇസ്ലാമിസം ആ തരത്തിലാണ് വർക്കൗട്ട് ചെയ്തതായി നമുക്ക് കാണാം. പക്ഷേ ഇതേ സമയം തന്നെ 1900-ൻ്റെ തുടക്കത്തിൽ 16-ന് ശേഷം മുസ്ലിം ലോകത്തിൽ ശക്തമായ വിഘടനം സംഭവിക്കുന്നു. അറബ് റിവോൾട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. അറബ് റിവോൾട്ട് ഷെരീഫ് ഹുസൈൻ്റെ നേതൃത്വത്തിൽ അറബികൾ, അതായത് ലോറൻസ് ഓഫ് അറേബ്യ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഏജൻ്റായ ലോറൻസ് ഓഫ് അറേബ്യയുടെ സഹായത്തോടു കൂടി ഷെരീഫ് ഹുസൈൻ ഒട്ടോമൻസിനെതിരെ പോരാടുന്ന ഒരു വിഘടനവാദം ഉന്നയിക്കുന്ന സമയം പോലും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അത് ഉസ്മാനി ഖിലാഫത്തിൻ്റെ തന്നെ ഒരു പാൻ ഇസ്ലാമിക് താല്പര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചതായിരുന്നു. എത്രത്തോളം എന്നാൽ ലോറൻസ് ഓഫ് അറേബ്യ പറഞ്ഞതുപോലും നമുക്ക് കാണാം. അതായത് ഒരു അറേബ്യൻ ഖലീഫയെ രൂപീകരിക്കുവാനുള്ള നമ്മുടെ താല്പര്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഷെരീഫ് ഹുസൈന് പോലും ഒരു ഖലീഫ ആയി തീരുവാനുള്ള താല്പര്യം അന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഷെരീഫാണ്, അത് ഹാഷിമി കുടുംബക്കാരനാണ്, സയ്യിദാണ്, അതുകൊണ്ട് ഖിലാഫത്തിന് അവകാശം എനിക്കാണുള്ളത് എന്ന് പോലും ഷെരീഫ് ഹുസൈൻ പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ആ തരത്തിലുള്ളൊരു വായന പോലും അന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഉസ്മാനി ഖിലാഫത്തിൻ്റെ തകർച്ച അത് പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ ഒരു തകർച്ചയായിട്ട് പോലും പണ്ഡിതന്മാർ വിധി എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ പോലും, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ശക്തമായി. ആ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ശക്തമാവുന്നത് പോലും ഈ ഒരു പാൻ ഇസ്ലാമിക് ഐഡിയയുടെ ഒരു പശ്ചാത്തലത്തിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഖിലാഫത്തിൻ്റെ ജനറലായിരുന്ന മുസ്തഫ കമാൽ പാഷയ്ക്ക് വാൾ സമ്മാനമായി നൽകുന്ന തീരുമാനം പോലും കോഴിക്കോട്ടെ ഹിദായത്ത് സഭയിൽ വെച്ച് നടന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത്രത്തോളം ഒരു കണക്ഷൻ കേരളീയ മുസ്ലിങ്ങൾക്ക് അങ്ങ് തുർക്കിയുടെ കേന്ദ്രമായ ഇസ്താംബുളിലെ ഖലീഫയോടും ആ ജനതയോടും കാണിച്ച ഒരു പാൻ ഇസ്ലാമിക് എലമെൻ്റ് നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതിൻ്റെ പേരിലാണല്ലോ വാരൻകുന്നത്തും കുഞ്ഞഹമ്മദ് ഹാജിയുമെല്ലാം ഒരു മലയാള രാജ്യം എന്ന് പറയുന്ന 6 മാസം നീണ്ടു നിൽക്കുന്ന ഭരണകൂടം പോലും സ്ഥാപിച്ചത്. അതിൻ്റെ പേരിലാണല്ലോ അവർ ഷഹീദായത്. ഇതൊക്കെയും പാൻ ഇസ്ലാമിക് യൂണിറ്റിയുടെ ഒരു കൺസെപ്റ്റും കൂടായിരുന്നു. ഖിലാഫത്ത് മൂവ്മെൻ്റ് ആവശ്യം പോലും ഖിലാഫത്തിനെ സംരക്ഷിക്കുക, മസ്ജിദുൽ അഖ്സയെ സംരക്ഷിക്കുക, പുണ്യഗ്രഹങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നൊരാവശ്യം കൂടിയിട്ട് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആധുനിക തുർക്കിയുടെ രൂപീകരണം സംഭവിക്കുന്നതോടുകൂടി തുർക്കിയിൽ തന്നെ അതുമായി ബന്ധമില്ലാതാവുകയും പിന്നീട് ഖിലാഫത്ത് മൂവ്മെൻറ്റ് തകരുകയും അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു പാൻ ഇസ്ലാമിക് എലമെൻ്റ് ഇല്ലാതാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി ഓരോരോ സ്റ്റേറ്റുകളായി മാറുന്ന പശ്ചാത്തലവും അവിടെയൊക്കെ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സജീവമാവുന്നതും മുഖ്യധാര രാഷ്ട്രീയ മേഖലകളിൽ സോഷ്യലിസ്റ്റ് നാഷണലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് റോൾ ഉണ്ടാവുന്നതുമെല്ലാം പിൽക്കാലത്തെ സംഭവവികാസങ്ങളാണ്. അതുകൊണ്ട് ഈ പാൻ ഇസ്ലാമിക് എന്ന് പറയുന്ന കോണ്ടക്സ്റ്റുവലായി നമ്മൾ മനസ്സിലാക്കേണ്ട ആ വിഷയം, അവിടെ ഈ ഒരു ഖിലാഫത്തിൻ്റെ പതനവും ആധുനിക തുർക്കിയുടെ രൂപീകരണവും അറബ് മുസ്ലിം നാടുകളിലുണ്ടായ വിഘടനവാദങ്ങളും ദേശീയവാദങ്ങളുമെല്ലാം ഈ ഒരു പാൻ ഇസ്ലാമിക് ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കുവാൻ കാരണമായിട്ട് നിന്ന് ചിന്തകന്മാർ പറയുന്നുണ്ട്. അതേസമയം തന്നെ OIC-യുടെ രൂപീകരണം, അറബ് ലീഗിൻ്റെ രൂപീകരണം, ഇതൊക്കെ മറ്റൊരു തരത്തിലുള്ള പാൻ ഇസ്ലാമിക് മൂവ്മെൻ്റ് ആണെന്ന് പറയുന്ന അവലോകനങ്ങളും കൂടിയുണ്ട്. കാരണം മുസ്ലിം നാടുകളുടെ ഒരു ഏകോപന സമിതിയാണല്ലോ OIC എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഫലസ്തീൻ വിഷയം ഇങ്ങനെ കത്തി നിൽക്കെ ഈ ഇത്രയും വലിയ യൂണിറ്റി ബോധം ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ആ പാൻ ഇസ്ലാമിക് എലമെന്റ് ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു മാനം നിലനിൽക്കാത്തത് കൊണ്ടാണെന്ന് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ ഒരു വിഷയമാണ്. അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട അതിലും പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്ലാമിസം എന്ന് പറയുന്ന വിഷയം. പൊതുവേ ഇസ്ലാമിസം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ അതിനോട് താല്പര്യമുള്ള ജനവിഭാഗങ്ങൾ, സംഘടനകളെല്ലാം വളരെ ആവേശത്തോടെ ഏറ്റുപിടിക്കുന്നത് കാണാം. പക്ഷേ ഈ ഇസ്ലാമിസം എന്ന് പറയുന്ന പദപ്രയോഗം അത് രൂപപ്പെടുത്തിയത്
ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന വോൾട്ടയറാണ്. 18-ാം നൂറ്റാണ്ടിലെ വലിയ യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ നെടുന്തൂണുകളിലൊന്നായ റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടയർ, അതിലെ വോൾട്ടയർ ആണ് ഈ പദം പോലും രൂപപ്പെടുത്തുന്നത്. ഒന്നാം തരം ഇസ്ലാമോ ഫോബായ ഒരാളായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഒരു നാടകം എഴുതുകയും അതിൽ ഒരു ഫോൾസ് പ്രോഫറ്റായും വില്ലനായും ഇസ്ലാമിനെ തന്നെ വളരെ നെഗറ്റീവ് പോർട്രേലും ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. വളരെ ബാർബറസായ അപരിഷ്കൃതനായ ഒരാളെന്ന നിലയിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിൽ ചിത്രീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഖുർആൻ എന്ന് പറയുന്നത് വളരെ ഇഗ്നോറൻ്റായ, ഒന്നും ഒരു ഉപകാരവുമില്ലാത്ത ഒരു കിതാബ് എന്ന നിലയിലാണ് ഖുർആനെയും സമർപ്പിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ പോലും ക്രിസ്ത്യാനിറ്റിക്ക് ബദലായി, ക്രിസ്ത്യാനിറ്റിയെക്കാളും കുറച്ചും കൂടി നല്ലതാണെന്നും കുറച്ചും കൂടി റീസണബിൾ ആണെന്നും ഏകദൈവ വിശ്വാസം പറയുന്നത് കൊണ്ട് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയേക്കാൾ കുറച്ചും കൂടി അത്ര ഇൻപ്യൂർ അല്ല, എത്രയും ഇൻപ്യൂർ അല്ല എന്ന് കണ്ട, കുറച്ചും കൂടി വൃത്തിയുള്ളതാണ്, ശുദ്ധിയുള്ളതാണ് എന്നൊക്കെ ഒരു ഇസ്ലാമിനെ കൂടി കുറച്ച് ഒരു നിലപാട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയുന്നത് കാണാം. പക്ഷേ എന്നാൽ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴെല്ലാം വളരെ തീവ്രമായി, കണിശമായി, വളരെ ശത്രുത മനോഭാവത്തോട് രൂപപ്പെട്ട എഴുതിയ ആളാണ്. ആ മനുഷ്യനാണ് ഇസ്ലാമിസം എന്നുള്ള പദം രൂപപ്പെടുത്തത്. അന്ന് ഇസ്ലാമിസം എന്ന പദം രൂപപ്പെടുത്തുമ്പോൾ ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന നിലയിൽ അന്ന് അതിനെ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിസം എന്ന് പറയുന്ന പദപ്രയോഗം രൂപപ്പെട്ടത് തന്നെ ഇസ്ലാമിനെ കുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മുഹമ്മദ് നബീനെ വില്ലനാക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ വക്താവ്. വോൾട്ടയർ ആയിരുന്നു അത് രൂപീകരിച്ചത്. പിന്നീടാണ് മാർട്ടിൻ ക്രാമർ വിശദീകരിക്കുന്നത് പോലെ ഇസ്ലാമിസം എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് വരികയും ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിക്കുകയും അതിന് ബദലായി ഇസ്ലാമിസം എന്ന് പറയുന്ന പദപ്രയോഗം ഉണ്ടാക്കപ്പെടുകയും ചെയ്തതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അതായത് ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഉന്നമനത്തെ ഉദ്ദേശിച്ച് കൊണ്ട് സംസാരിക്കുന്ന, സൊസൈറ്റിയുടെ ഒരു റിഫോമും ഗവൺമെൻറ്റിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാരുണ്ടോ അവരെയൊക്കെ ഇസ്ലാമിസം എന്ന് പറയുന്ന പദാവലിയുടെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുകയാണ് പിന്നീട് സംഭവിച്ചത്. പക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ പോലും ഇസ്ലാമിസം എന്ന് പറയുന്ന ആ പദത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ കൈകാര്യം ചെയ്യുന്നവർ മനസ്സിലാക്കിയിരുന്നത് ഈ ഇസ്ലാമിസ്റ്റുകൾ എന്നുള്ള ആ ഒരു ആശയം സ്വീകരിക്കുന്നവർ ഒരേ സമയം അവർ ആൻറ്റി യൂറോപ്യൻ ആണ്, ആൻറ്റി വെസ്റ്റ് ആണ്, സ്ത്രീ വിരുദ്ധരാണ്, ഡെമോക്രസിയുടെ വിരുദ്ധമാണ്, പ്രോഗ്രസ്സിന് വിരുദ്ധമാണ്, എഡ്യൂക്കേഷന് വിരുദ്ധമാണ്, വയലൻ്റായ ഒരു വിഭാഗമാണ്, എല്ലാ തരത്തിലുള്ള പുരോഗമനവാദങ്ങൾക്കും വിരുദ്ധമാണ്. ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ഇസ്ലാമിസം എന്നുള്ള പദം കൊണ്ട് പോലും ഉപയോഗിച്ചു വന്നത്. അതിന് മാത്രമല്ല, ചില ഭാഗങ്ങളിൽ ഇസ്ലാമിസത്തെ നേരിടുവാൻ വേണ്ടി സൂഫിസത്തെ ഭരണകൂടം തന്നെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പാരഡോക്സിക്കലായ ഒരു വിഷയം, വൈരുദ്ധ്യാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അധിക സൂഫികളും പൊളിറ്റിക്കലായിരുന്നല്ലോ. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രൂപീകരണത്തിലേക്ക് സഹായിച്ചത് അബ്ദാലികളായിരുന്നു. അവർ ആർമി മെന്നായിരുന്നു. ഉസ്മാൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെയും എല്ലാം പാരലൽ ആർമികളായിരുന്നു അവർ. ഷെയ്ഖ് അദ്ബാലിയുടെയും ഫാത്തിമ ബജിയുടെയും നേതൃത്വം അല്ലെങ്കിൽ ബക്തഷി സൂഫി സിൽസിലകളുടെ അനുയായികളെല്ലാം ഒരു തരത്തിൽ പാരാമിലിറ്ററികളായിരുന്നു നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹൈലി സോഷ്യലി ഇടപെട്ട ഇമാം ഗസാലി, ഷെയ്ഖ് അബ്ദുൽ ഖദർ ജീലാനി, അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ സുഹ്റവർദി, ബിഹാവുദ്ദീൻ നക്ഷബന്ദി, പിന്നീട് ഖിലാഫത്ത് പോലും സ്ഥാപിച്ച, ഭരണകൂടം സ്ഥാപിച്ച ഉസ്മാൻ ദാൻഫോദിയോ, ഖാദിരി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായ ഉസ്മാൻ ദാൻഫോദിയോ, തിജാനി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായ ഉമർ താൽ, അസീദി ഉമർ താൽ, അദ്ദേഹമാണ് ഉമരിയ ഖിലാഫത്ത് സെനഗൽ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകരിച്ചത്. പിന്നെ നമുക്കറിയാവുന്ന എല്ലാ തരത്തിലുമുള്ള കൊളോണിയൽ സ്ട്രഗിളിൽ നേതൃത്വം കൊടുത്ത തുഹ്ഫത്തുൽ മുജാഹിദീനും എഴുതിയ മുസറുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ചിശ്തി സൂഫി സിൽസിലയുമായി ബന്ധമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വല്യപ്പ മുസറുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, അദ്ദേഹം തഹ്രീർ എഴുതിയ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുവാൻ ഫത്വ നൽകിയ ആളായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം ഷാഹ് വലീദ് ദഹ്ലവി ഈ മുഗൾ സാമ്രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി
ആ, അഹമ്മദ് ഷാ അബ്ദാലിക്ക് കത്തയച്ച് വിളിച്ചു വരുത്തി ജാട്ട് മറാഠ ട്രൈബുകളെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തെ സംരക്ഷിക്കുവാൻ സഹായിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ അസീസ് ദഹ്ലവി ബ്രിട്ടീഷുകാർക്കെതിരെ ഫത്വ നൽകിയ ആളായിരുന്നു. ആ ഷാഹുദ ദഹ്ലവിയുടെ പേരക്കുട്ടി ഷാ ഇസ്മായിൽ, അദ്ദേഹം സെയ്ദ് അഹമ്മദ് ബറേൽവിക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ വാളെടുത്ത് പോരാളിയ പണ്ഡിതനായിരുന്നു. ഞാൻ പറയുന്നത്, സൂഫികൾ തന്നെ, ഒറിജിനൽ സൂഫികൾ തന്നെ പൊളിറ്റിക്കലായിരുന്ന ഒരു ചരിത്രം നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പക്ഷേ ആ ആ ഒരു സാഹചര്യത്തിലാണ് അപ്പൊളിറ്റിക്കലായി കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നവർക്കെതിരെ സൂഫികളെ പ്രതിഷ്ഠിക്കുന്ന ചരിത്രം പോലും നമുക്ക് ഈ ഒരു ലോകത്ത് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ഇസ്ലാമിസം എന്ന് പൊതുവേ ഇപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കുകയും അവിടെ ശരീഅത്ത് നടപ്പിലാക്കുകയും ചെയ്യാൻ ആവശ്യപ്പെടുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന നിലയിലാണ് നിലവിലിപ്പോൾ ഇസ്ലാമിസം എന്ന് മനസ്സിലാക്കുന്നത്. അതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇസ്ലാമിസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല ആ പദം ഉപയോഗിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്. അത് സുന്നികളായ ആരൊക്കെയുണ്ടോ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടൽപ്പെടുന്ന അവരെ ഉപയോഗിക്കും. ഇറാനിനെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം എന്നാണ് ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇസ്ലാമിസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. സൗദികളായ ഭരണകൂടത്തെ ഇസ്ലാമിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സൂഫി ഓറിയന്റേഷനുള്ള തുർക്കി ഭരണകൂടങ്ങൾ അവരെയും ഇസ്ലാമിസ്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ഇഖ്വാനെ, വളരെ സമാധാനമായി പ്രവർത്തിക്കുന്ന ഇഖ്വാൻ മുസ്ലിമൂനെയും ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനത്തെയും ഇസ്ലാമിസമാണ്. അതേപോലെ തന്നെ നിഗൂഢ പശ്ചാത്തലമുള്ള അൽ ഖായിദയെയും ISSനെയും ഇതേപോലെ തന്നെ വയലൻ്റായ പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിസം എന്നാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയും വളരെ എല്ലാവരെയും ഒരൊറ്റ കുട്ടയിലിട്ടുകൊണ്ട് ഒരേ പേര് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവ്യക്തതകൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെയും വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെയും അല്ലെങ്കിൽ മുഴുവൻ മുസ്ലിം ലോകത്തെയും ചർച്ച ചെയ്യുമ്പോൾ ഈ പദപ്രയോഗങ്ങൾ അവ്യക്തമായി ഉപയോഗിക്കുമ്പോൾ അത് ഒരുപാട് മാനങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവും. എല്ലാ ടെർമിനോളജികളുടെയും പൊളിറ്റിക്സ് ഓഫ് ടെർമിനോളജികളുടെ രാഷ്ട്രീയം വ്യക്തമായി തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ഇസ്ലാമിസം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഷെയ്ഖ് മൗദൂദി, ഷെയ്ഖ് ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്ബ് പോലുള്ള ആൾക്കാരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിസം എന്നുള്ള പദപ്രയോഗം പോലും രൂപപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന പദത്തെ കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും ചരിത്രപരമായി പിന്നീട് ഓരോ ചരിത്രഗതികളുടെ അടിസ്ഥാനത്തിൽ പുതിയ ആശയങ്ങളിലേക്ക് രൂപപ്പെടുത്തുകയും ചെയ്തതായിരുന്നെന്നാണ്. അതായത് ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല, ഇസ്ലാമിൽ സാമൂഹ്യ ഇടപാടില്ല എന്ന് പറഞ്ഞു വെക്കുക എന്നതായിരുന്നു പ്രധാനമായും അതിൻ്റെ ഉദ്ദേശം. ഇനി ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവൻ വയലൻ്റ് ആണ് എന്ന് പറയുന്നൊരു ഇമേജ് ചാർത്തി കൊടുക്കുക എന്നതായിരുന്നു ഇസ്ലാമിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആൾക്കാരില്ല എന്നും തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരില്ല എന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ളവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഒരുപോലെ ഒരൊറ്റക്കുട്ടയിലിട്ടുകൊണ്ട് ഇസ്ലാമിസം എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അത് വളരെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത അവ്യക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദാവലിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയുടെ അവിടുത്തെ മുസ്ലിം പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളെയും മിലിറ്റൻറ്റുകളെയും കൂടി ചേർത്ത് വിളിക്കുന്ന ഒരു പദാവലികളായി മാറിയത്. അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ വർത്തമാനകാലവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മൂന്നാമതായി നമ്മൾ പറയുന്നത് സലഫിസം എന്ന പദമാണ്. നമുക്കറിയാം, സലഫു സാലിഹീങ്ങളായ ഇസ്ലാമിൻ്റെ ആദ്യകാല ജനറേഷനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ സലഫിയ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടത്. ഈ ഒരു പദപ്രയോഗത്തിന് പ്രത്യേകം ഇന്ന സമയത്ത് കോയിൻ ചെയ്തതാണെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയില്ല. കാരണം സലഫ് എന്നുള്ള പദത്തിലെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സലഫി എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത്. അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ സമൂഹമാണ് ഏറ്റവും നല്ല സമൂഹം, സുമ്മല്ലദീന യലൂന യലൂന എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. ഏത് സ്വഹാബത്തിനെയും താബികളെയും ആ 3 ജനറേഷനെയും ഉദ്ദേശിച്ചു കൊണ്ടാണ് ആ ഒരു സലഫ് സാലിഹ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ആ ലോകത്തിലേക്കുള്ള ഒരു മടക്കം, ആ ഒരു ലോകത്ത് സംസാരിച്ച അവരുടെ പ്യൂരിറ്റി, അവരുടെ നോളജ്, അവരുടെ ഐഡിയ, അവരുടെ ഫെയ്ത്ത് ആ തലത്തിൽ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന വളരെ യാഥാർത്ഥ്യബോധമുള്ള ഒരു ആശയത്തെയാണ് സലഫി എന്ന് പറയുന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ ഹദീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ,
ഇസ്ലാമിൻ്റെ ഒരു ട്രഡീഷൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അത് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കലർപ്പുകളില്ലാത്ത തരത്തിലുള്ള ഒരു ഓതൻറ്റിസിറ്റി സലഫിസം അവകാശപ്പെടുന്നുണ്ട്, അങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഈ റാഷിദീങ്ങളായ ആ ജനറേഷനിലുള്ള റൈറ്റ്ലി ഗൈഡഡ് ആയ ആ തലമുറകളോടുള്ള ഫണ്ടമെൻ്റലായ ഒരു അറ്റാച്ച്മെൻറ്റിനെയും കൂടെയാണ് സലഫി എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഉദ്ദേശമാണ് ഈ പദത്തിൽ സലഫ് എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ സ്വയം മനസ്സിലാക്കുന്നതെങ്കിലും സലഫി എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നവർ, ആ പദാവലി ഉപയോഗിക്കുന്നവർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പറയുന്ന വിഷയങ്ങളാണ്. അതായത് അൽ വല വൽ ബറ. അതായത് സലഫി എന്ന പദത്തിൻ്റെ ഒരു ക്രിട്ടിക്കലായ അപ്രോച്ച് ഈ എണ്ണി പറയാൻ പോകുന്ന വിഷയങ്ങളാണ്. അൽ വല വൽ ബറ എന്ന് പറഞ്ഞാൽ അതായത് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നവരോടുള്ള ഒരു സൗഹൃദവും ഇസ്ലാമിനോട് മാറി നിൽക്കുന്നവരോടുള്ള ഒരു വിമുഖതയുമാണ്, അതിൽ നിന്നുള്ള ഒരു വിട്ടുനിൽക്കലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കാഫറിനോട് ഒരാൾ സുഹൃത്താവുകയാണെങ്കിൽ സുഹൃത്തും കാഫറായി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ചില സലഫി ഗ്രൂപ്പുകൾ വികസിപ്പിച്ചെടുത്തത് നമുക്ക് കാണുവാൻ. ഈ തരത്തിലുള്ള ചെയിൻ രൂപപ്പെടുത്തുക, അതായത് ഒരു നോൺ മുസ്ലിമിനോട് ഒരാൾ ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അവനും അവരെ പോലെ ആയി മാറുന്ന എന്നൊരു കാഴ്ചപ്പാട്, അതോടുകൂടി അവരോട് ബന്ധമില്ലാതാവുന്ന ഒരു അവസ്ഥ, ഇതിൻ്റെ പേരിൽ അൽ വലാ വൽബറ എന്ന പേരിൽ അത് കൂടുതൽ സജീവമായി നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ലിറ്ററലിസം വിത്ത് കൺസേൺ ഐഡിയാസ്. അതായത് സ്വാഭാവികമായും ഖുറാൻ പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഖുറാൻ എന്താണോ പറയുന്നത് അതാണ് ശരി, അതാണ് ഒരു മുസ്ലിം സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് നബി എന്ത് പറയുന്നു അതാണ് ശരി, അതിലവിടെ വേറെ ചോദ്യങ്ങളില്ല. പക്ഷേ ഇവിടെ ലിറ്ററലിസം എന്നുള്ള പദം കൊണ്ട് സലഫികളെ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും ആ ഒരു ശരി തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കലും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കലും അതിൻ്റെ ഒരു ഇന്നർ മീനിങ്ങിലേക്ക് പോവലും ഈ പറയുന്ന ചർച്ചകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തെയാണ് ലിറ്ററലിസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ മുസ്ലിമും സ്വാഭാവികമായും ചെയ്യേണ്ടത് ഖുർആനും ഹദീസിനെയും അതുപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റും മീനിങ്ങും മുന്നിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ ഈ തരത്തിലുള്ള വായനയിൽ പലപ്പോഴും അത് സംഭവിക്കാതെ പോകുന്നു എന്നത് സലഫിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. കൺസർവേറ്റിവിസം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സുന്നികളെ യാഥാസ്ഥികർ എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ സുന്നികളെക്കാളും കൂടുതൽ യാഥാസ്ഥികർ സലഫികൾ തന്നെയാണ്. കാരണം പിൽക്കാലത്ത് രൂപപ്പെട്ട ബിദ്അത്ത് ഖുറാഫാത്തുകളെ മാറ്റിവെക്കുവാൻ മൗലികമായ വാദം മുന്നോട്ട് വെക്കുന്നവരാണ് സലഫികൾ. ആ ഒരു കാഴ്ചപ്പാട് ആര് സ്വീകരിക്കുന്നു അവരെക്കാളും സുന്നികളെക്കാളും കേരളത്തിലെ സുന്നികളെക്കാളും കൂടുതൽ യാഥാസ്ഥികരായി മാറുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടും കൂടി ഇവരെ കാഴ്ചയിൽ നമുക്കുണ്ടാവാൻ കഴിയും. അതുപോലെ തന്നെ ഒരു വിഷയത്തോട് കോണ്ടക്സ്റ്റുകൾ പരിഗണിക്കാതെ കൂടുതൽ ഈ ഒരു കോഷൻസ് സ്വീകരിക്കുന്നതോടുകൂടി കൂടുതൽ എക്സ്ട്രീമായ അപ്രോച്ചുകൾ അവരുടെ ജീവിതത്തിൽ വരുന്നു. സ്ത്രീകളുടെ നിലപാടുകൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇപ്പോഴാണല്ലോ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ലൈസൻസ് നൽകാമെന്നും മഹറമില്ലാതെ ഹജ്ജ് ചെയ്യാമെന്നൊക്കെയുള്ള ഫത്വകൾ ഇപ്പോഴാണ് വന്നത്. ഇതുവരെയും ഈ പറയുന്ന കോഷൻസിൻ്റെ പേരിൽ എക്സ്ട്രീം അപ്രോച്ച് സ്വീകരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് ഈ സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ഉലമയുടെ ജീവിതത്തിൽ തന്നെ അവരുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, അൽ മറൂന എന്ന് ഈ ഫിഖ്ഹിൽ പറയുന്ന ഫ്ലെക്സിബിലിറ്റി, ഒരു ഇലാസ്തികതയ്ക്ക് അത്ര പ്രാധാന്യം നമുക്ക് സലഫി ഡിസ്കഷനിൽ കാണുവാൻ കഴിയില്ല. കാരണം അയവില്ലാത്ത ഈ ഒരു ഇലാസ്തികതയില്ലാത്ത നിലപാട് പലപ്പോഴും അവരുടെ ചർച്ചകൾ നമുക്കുണ്ട്. അത് മാത്രമല്ല ഈ മുൻകാല പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കൂടുതൽ ഒരു തരത്തിലുള്ള ഒരു അവരെ അവലംബിക്കുന്ന ഒരു ചരിത്രം നമുക്ക് സലഫി ചർച്ചകളിലുണ്ട്. ആലോചിച്ച് നോക്കുക, 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഫത്വ അത് 21-ാം നൂറ്റാണ്ടിൻ്റെ വിഷയത്തിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. അത് മാത്രമല്ല സിറിയൻ അറബ് ലോകത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ മുസ്ലിങ്ങളിൽ സംഭവിച്ച പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ തീഷ്ണമായ വർത്തമാനങ്ങളിലൂടെ അഭിപ്രായം പറഞ്ഞ ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ ഫത്വകളെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടുകളായി ഇതര സമൂഹങ്ങൾക്കിടയിൽ ജീവിച്ച മുസ്ലിങ്ങളുടെ മേൽ ആ ഫത്വകൾ കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ഓവർ റിലയൻസ് പലപ്പോഴും പ്രശ്നഭരിതമായി മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ക്രിട്ടിക്കലായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ നിലപാടുകൾ. അതായത് ഭരണകൂടത്തോടുള്ള ഒരു അന്ധമായ അവരുടെ
ആ, അംഗീകരണം, സമർപ്പണം, ഭരണകൂടത്തിൽ ചേഞ്ച് വരാതിരിക്കാനുള്ള അവരുടെ ആഗ്രഹം, അവിടെ ആരൊക്കെ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വിമർശന വാക്ക് ഉച്ചരിക്കുന്നത് പോലും അത് ഫിത്തിനയ്ക്കും ഫസാദിനും കാരണമാണെന്നും അതുകൊണ്ട് ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തുന്ന നിലപാട് നമുക്ക് ഈ ഈ സമീപകാല സലഫി ആധിപത്യമുള്ള രാഷ്ട്രങ്ങളിൽ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. അത് മാത്രമല്ല, മറ്റൊന്ന്, ഈ ഹിസ്ബുൻ നൂർ പോലുള്ള ഈജിപ്തിൽ അറബ് സ്പ്രിങ്ങിന്റെ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണ് ഹിസ്ബുൻ നൂർ. അതിനു മുമ്പ് വരെയും ഹിസ്ബുൻ നൂർ അവർ പറഞ്ഞിരുന്നത് അറബ് സ്പ്രിങ് പാടില്ല എന്നായിരുന്നു, അവിടെ ഭരണകൂടത്തിനെതിരെ ഇളകാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ അവിടെ ഹുസ്നി മുബാറക്ക് മാറുകയും മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ സലഫികൾ പാർട്ടി രൂപീകരിക്കുകയും ഹിസ്ബുൻ നൂർ ഉണ്ടാക്കുകയും ഇലക്ഷനിൽ പങ്കെടുക്കുകയും അങ്ങനെ ഇപ്പോൾ ഇഹ്വാനെതിരെ സിയുടെ കൂടെ അധികാരം പങ്കിടുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഹിസ്ബുൻ നൂറിനുള്ളത്. ആലോചിച്ച് നോക്കുക, വ്യത്യസ്തമായ സാഹചര്യം അവർ കൈക്കൊള്ളുന്നത് നമുക്ക് പോലും കാണാം. ഇപ്പോഴും സിയെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറി. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലുള്ള ഈ വ്യതിരക്തമായ ചലനങ്ങളെയും മൂവ്മെൻറ്റുകളെയും സംശയത്തോടു കൂടിയും അല്ലെങ്കിൽ അഖീദയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു കാഴ്ചപ്പാടും സലഫികൾക്കിടയിലുണ്ട്. അത് ഷിയാക്കളാവട്ടെ, സൂഫികളാവട്ടെ, അതിനൊക്കെയും വ്യത്യസ്തമായ കാരണങ്ങളുണ്ടെങ്കിൽ പോലും, പക്ഷേ ഒരു ദാക്ഷിണ്യമില്ലാത്ത, ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത, അവ ഇസ്ലാമിക വിരുദ്ധരാണ് എന്ന് പോലും ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് ഈ വിഭാഗങ്ങളെ അവലോകനം ചെയ്യുന്നത് പോലും നമുക്ക് കാണാം. ഇതൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ സലഫി വിഭാഗങ്ങളെക്കുറിച്ച് പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അവർ വിജ്ഞാനത്തിൻ്റെ പ്രകാശനത്തിലും വിതരണത്തിലും ധാരാളം സംഭാവനകൾ അർപ്പിച്ചവരാണ്, ഹദീസിൻ്റെ കോഡിഫിക്കേഷനിൽ ധാരാളം സംഭാവനകൾ നൽകിയവരാണ് എന്നതും കൂടാണ്. അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ ഓഫ് ഇസ്ലാമിക് നോളജ് എന്ന് പറയുന്ന വിഷയത്തിൽ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ ഡിജിറ്റലൈസേഷന് സലഫി ലോകത്തിന് ശക്തമായ സംഭാവനകളുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. അഖീദ സംരക്ഷിക്കുന്നതിലും ഹദീസിൻ്റെ സംരക്ഷണത്തിലുമെല്ലാം സലഫി പണ്ഡിതന്മാർക്ക് നല്ല റോളുണ്ട്. വളരെ പ്രശംസനീയമായ ഒരു വിഷയം കൂടാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സലഫി വിഭാഗങ്ങളെന്ന് പറയുന്നത് ഒരൊറ്റ വിഭാഗമല്ല. സലഫി എല്ലാവരെയും ഒരൊറ്റ കുട്ടയിൽ, ഒരു ബാസ്ക്കറ്റിൽ ഇടാൻ കഴിയില്ല. എല്ലാ സൂഫി മൂവ്മെൻറ്റുകളെയും ഒരൊറ്റ മൂവ്മെൻറ്റായി ചിത്രീകരിക്കാൻ പറ്റാത്തതുപോലെ എല്ലാ സലഫി മൂവ്മെൻറ്റുകളെയും ഒറ്റ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. സൗദിയിലെ ഒഫീഷ്യൽ ഉലമ എന്ന് പറയുന്നത് ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. എന്നാൽ യമനിലെ ദമ്മാജ് സലഫികൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കലോ സോഷ്യലോ യാതൊരു ഇടപാടുമില്ലാതെ ആത്മീയ മേഖലയിൽ മാത്രം ഒഴുകുന്ന വിഭാഗമാണ്. മദ്ഹലി എന്ന് പറയുന്നത് തന്നെ ഇമാം റബീഉൽ മദ്ഹലിയുടെ പ്രത്യേക വിഭാഗമാണ്. നാസറുദ്ദീൻ, ഏറ്റവും പ്രസിദ്ധനായ മുഹദ്ദിസായ ഹദീസ് പണ്ഡിതനായ നാസറുദ്ദീൻ അൽബാനിയുടെ ഒരു അനുയായി വിഭാഗമുണ്ട്. അവർ മദ്ഹബ് വിരുദ്ധരാണ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ മേഖലയിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തവരാണ്. ഇവരെ കൊയ്റ്റിസ്റ്റ് സലഫികൾ എന്നാണ് നാസറുദ്ദീൻ അൽബാനിയുടെ വിഭാഗത്തെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സഹുവ ഇസ്ലാമിയ എന്ന് വിളിക്കപ്പെടുന്ന സൗദി അറേബ്യയിൽ രൂപപ്പെട്ട ഒരു ഇസ്ലാമിക പ്രസ്ഥാനം. അതായത് ഇഖ്വാനികളായ സെയ്ദ് കുത്തുബിൻ്റെ അനിയനായ മുഹമ്മദ് കുത്തുബിൻ്റെ ശിഷ്യന്മാരെയാണ് സഹുവ ഇസ്ലാമിയ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സഹുവ സലഫിയ എന്നും വിളിക്കുന്നത് നമുക്ക് കാണാം. ഒരേപോലെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇഖ്വാനായും അതുപോലെ തന്നെ സലഫി മെത്തോഡോളജിയായും ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് സഹുവ ഇസ്ലാമിയ. സഫർ ഹവാലി, സൽമാനുൽ ഔദ പോലുള്ള നേതൃത്വമാണ് അവരുടെ ഈ നേതൃത്വത്തിലുള്ളത്. പക്ഷേ ഈ വിഭാഗം പലപ്പോഴും ഈ സൗദി ഭരണകൂടത്തോട് റിഫോമിസത്തിൻ്റെ പേരിൽ സംസാരിക്കുകയും സ്ത്രീകളുടെ അവകാശവും സോഷ്യോ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ പേരിൽ പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. ഫിത്തിനയുടെയും ഫസാദിൻ്റെയും പേരിലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. അവസാനം ഖത്തറിനെതിരെ GCC രാഷ്ട്രങ്ങൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയപ്പോൾ സൽമാനുൽ ഔദ ഒരു ഖുർആനിക സൂക്തം ട്വീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറയുന്ന ഒരു ആയത്താണ് ട്വീറ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഫിത്തിന നടത്തുന്ന ഒരാളാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഹൗസ് അറസ്റ്റിലാണ്, ജയിലിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ സലഫി മൂവ്മെൻറ്റുകൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ
ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ലോകത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ലോകത്തെയോ സലഫികളെ ഒരൊറ്റ വിഭാഗമായി മനസ്സിലാക്കേണ്ടതില്ല. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായൊരു വിഭാഗമാണ് സലഫിയ തൻവീരിയ, എൻലൈറ്റൻമെൻറ്റ് സലഫിസം എന്നാണ് വിളിക്കുക. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുൽ റഷീദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അത്. നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി രൂപപ്പെട്ട സലഫി വിഭാഗം ഈ സലഫിയ തൻവീരിയയാണ്. ആധുനിക വിദ്യാഭ്യാസവും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സാമൂഹിക പ്രവേശനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, എഴുത്ത്, പഠനം അങ്ങനെയുള്ള പൊതുകാര്യങ്ങൾ പറഞ്ഞ ആണല്ലോ കേരളത്തിലെ ആദ്യകാല ഇസ്ലാഹി പ്രവർത്തകർ സലഫികൾ. അത് ഈ ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് കേരളത്തിൽ വന്ന സലഫികൾ തന്ന മാറ്റം പോലും അത് ഗൾഫ് സലഫിസത്തിൻ്റെ ഇമ്പാക്റ്റാണ്. അത് സൗദിയിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള GCC നാടിൽ നിന്നുള്ള മാറ്റമാണ്. അതിനേക്കാളും അപ്പുറം ആദ്യം ഇവിടെ ശക്തമായിരുന്നത് സലഫിയ തൻവീരിയ എന്ന് പറയുന്ന ഒരു ചിന്തയായിരുന്നു. ഈ തരത്തിൽ സലഫിസത്തും പോലും വ്യത്യസ്തമായ ഒരു ഇടപാടുകളുണ്ട്. ഈ സലഫിസത്തിന് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ മേഖലകളിലും ഒരുപാട് വ്യത്യസ്ത വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പല മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾക്കും പലപ്പോഴും സലഫി കാഴ്ചപ്പാടുകളാണുള്ളത് എന്ന് പോലും സത്യം തന്നെയാണ്. അതിൽ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിസമായും പാൻ ഇസ്ലാമിസമായും സലഫിസമായും അങ്ങനെ ഈ പ്രധാന 3 പദപ്രയോഗങ്ങൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഒരു മതകീയ മേഖലകളിൽ മതത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പദപ്രയോഗങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക എന്നതാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.